ഇവിടെ സെക്രട്ടറി ഓടിക്കുക. ഞാനും ഈ സമരത്തിൽ പങ്കെടുക്കാൻ വന്നതാണ്. നമ്മുടെ ജോൺ കൗൺസിലിന്റെ നേതൃത്വത്തിൽ വലിയ പരിപാടി ഉണ്ടായിരുന്നല്ല. അപ്പൊ അതിന്റെ പരിപാടിയായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ വന്നത്. നല്ല പരിപാടിയായിരുന്നു. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താ? ഞങ്ങള് പങ്കാളിത്ത പെൻഷൻകാരാണല്ല. ഞാൻ 22 പെൻഷൻ പോകുന്ന വർഷമാണ്. 5 പൈസയും കിട്ടാൻ ഞങ്ങൾ പെൻഷൻ സർവീസിൽ പോകുന്നത്. ഒരു പെൻഷനും ഇല്ല, ഒരു ഞങ്ങൾക്ക് കിട്ടുന്ന ജില്ലാതോറും കുറെ സമരങ്ങൾ നടത്തിയല്ല. ഭിക്ഷാടനം തന്നെ ഇവിടെ അവിടെ ഭിക്ഷ എടുക്കാൻ നടക്കണ്ടായിരുന്നല്ലോ. ഞങ്ങൾക്ക് 5 ഞങ്ങൾക്ക് വരുമാനം ഞങ്ങൾക്കൊന്നുമില്ല. വളരെ ഡിമാൻഡ് എന്താണ്? ഒരു മിനിമം പെൻഷൻ അത്ര വരുന്നുണ്ട്. സാറ് പറ, ഡിമാൻഡ് എന്താണ് ഇപ്പോഴത്തെ? ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 23-ലാണ് പെൻഷനായത്. ഒന്നും കിട്ടാണ്ട് വെറും കൈയോടെയാണ് ഇറങ്ങി പോകുന്നത്. പെൻഷൻ ഇല്ല. 1376 രൂപയാണ് പെൻഷൻ കിട്ടുന്നത്. അല്ല ഞാൻ പറയുന്നത് സർക്കാരിനെതിരെ നിങ്ങള് ഇപ്പൊ സമരം പ്രഖ്യാപിക്കേണ്ട ആവശ്യം എന്താണ്? അല്ല, നമ്മളാർക്കും എതിരല്ല. നമ്മൾ പറയുന്നത് നമ്മുടെ ആവശ്യങ്ങള് ഇങ്ങനെ പോലെയൊക്കെയാണ്. അത് അനുവദിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആരെയും മുന്നിൽ കൈ നീട്ടാണ്ട് ജീവിക്കാം. മരുന്ന് മേടിക്കാനും 3 നേരം ഭക്ഷണം കഴിക്കാനും ഉള്ള ഇത് ഞങ്ങൾക്ക് തന്നാൽ മതി. അതുകൊണ്ട് ഞങ്ങൾ ആർക്കും എതിരല്ല, നമ്മളെല്ലാവരും വേണം. അപ്പൊ അത് അനുവദിച്ചു കിട്ടണം. ഞാനാണെങ്കിൽ 2022 പെൻഷൻ കക്ഷിയാണ്. 5 പൈസ കൊണ്ട് ഞങ്ങൾക്ക് ഒന്നും കിട്ടാതെ വന്നത്. എനിക്ക് എന്നോട് എന്റെ ഓഫീസറിന്റെ 8 ലക്ഷം രൂപ അടുത്ത് കിട്ടും, ഡിസ്ചാർജും കമ്മ്യൂണിറ്റേഷൻ ഒക്കെ ആയിട്ട്. അതുപോലെ ബില്ലും കൊടുത്തു. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ആണെങ്കിൽ അത് അന്നവർക്ക് ആർക്കും അറിയില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയാം, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയൊരു പ്രക്ഷോഭമാണ് ഇവിടെ നടന്നത്. അതില് നമ്മുടെ ഇടതുപക്ഷ സഖ്യത്തിലെപ്പെട്ട അടക്കമുള്ള സമരസമിതി ഞങ്ങൾ അംഗീകരിക്കേണ്ട പ്രശ്നം. NGO യൂണിയന്റെ നിലപാടിനെ ഞാൻ സർവീസ് കയറി എന്നുള്ള ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത കക്ഷി NGO യൂണിയൻ. പക്ഷെ 16 യൂണിയന്റെ ഇതിലൊക്കെ പോകാറുണ്ടായിരുന്നു. ഞങ്ങള് ജോലി ചെയ്തിരുന്ന സമയത്ത് അവര് വരികയും വളരെ കൃത്യമായിട്ട് പിരിവ് മേടിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തിരുന്നു. അത് പിൻവലിക്കും. അപ്പൊ ഞങ്ങള് പോകുന്നതിന് ശേഷം അറിയില്ല. പക്ഷെ എന്നോട് പറയുന്നത് അവിടെ വന്നിട്ട് നമ്മളെ കരിങ്കാലികളാണ്, ഒറ്റുകാരാണെന്നാണ് പറയുന്നത്. അങ്ങനെ ശരിക്കും ഞാനൊക്കെ ഒറ്റുകാരാണ്. വേണ്ടി പിൻവലിക്കാൻ വേണ്ടി ഓരോ സമരങ്ങൾ നടത്തിയ ഞാൻ എന്നാ വരാൻ ഒറ്റുകാരാണെന്നാണ് അവര് പറയുന്നത്. പക്ഷേ NGO സങ്കടം 2013 സാറുണ്ടായ സർവീസിൽ. അപ്പൊ നടന്ന കാര്യങ്ങളെ കുറിച്ച് ഒന്ന് പറയാം. അന്ന് NGO പിൻവലിക്കാന്ന് പറഞ്ഞ് ഞങ്ങളുടെ എന്താണ് വാങ്ങിയെന്നറിയാമോ? ഞാൻ 14-ലാണ് കയറുന്നത്. 14 കയറുമ്പോ എന്താണ് സ്ഥിതി ഇവിടുത്തെ? അപ്പൊ NPS ആണ്. NPS ആണ് ഇവിടുത്തെ സർവീസ് സംഘടനകളുടെ അവസ്ഥ ഒന്ന് പറയാം. അവസ്ഥ എന്ന് പറഞ്ഞാൽ അവരെ ഇടയ്ക്ക് വരുമായിരുന്നു. എല്ലാ NGO യൂണിയനും NGO അസോസിയേഷനും ഞങ്ങളിൽ ചേര് അങ്ങനെ അവിടെ ചേരുകയും അവര് പൈസ മേടിക്കുകയും മറ്റുള്ള കാര്യങ്ങളെല്ലാം അവരുടെ സമ്മേളനത്തിന് പോക്കും പ്രകടനത്തിന് പോക്കിട്ടുണ്ടായിരുന്നു. പോകുന്നതിന് ശേഷം ആരും ഞങ്ങളെ തിരിഞ്ഞു നോക്കാനില്ല. ആരും ഇപ്പൊ പെൻഷൻസ് യൂണിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇപ്പൊ അവരുടെ പരിപാടിയൊക്കെ ഉണ്ടാവില്ല. പെൻഷൻസ് യൂണിയനിൽ നിങ്ങളുണ്ടാ? പെൻഷൻസ് യൂണിയനിലുണ്ടാ നിങ്ങള്? എന്താണ് അത് നിങ്ങളെ പെടുത്താത്തത്? ഞങ്ങള് NPS കാരണം അതുകൊണ്ട് ഞങ്ങളെ പെടുത്തിയിട്ടില്ല. NPS ആയിരിക്കും പെൻഷൻ ഇല്ലാത്തതുകൊണ്ട് പെൻഷൻസ് യൂണിയൻ പെടുത്തിട്ടില്ല. അതാണ് പറഞ്ഞത്. ഇപ്പൊ ഇവർ രണ്ടുപേരും കണ്ടുമുട്ടിയാണ് ഇവിടെ. ഇവർക്ക് പെൻഷൻ ഇല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവര് 5 വർഷം അല്ല 5-10 വർഷത്തോളം ജോലി ചെയ്തിട്ട് ഇവർക്ക് പെൻഷൻ ഇല്ലാത്തതുകൊണ്ട് ഇവര് ആ പെൻഷൻസ് യൂണിയനിൽ പോലും പഠിക്കും. ജോലി ചെയ്തിരുന്ന സമയത്ത് ഞങ്ങളെ എല്ലാവർക്കും ആവശ്യമുണ്ടായിരുന്നു. കറക്റ്റായിട്ട് ആവശ്യമുണ്ടായിരുന്നു. ചെയ്തിരുന്ന സമയത്ത് ഇവർ ആവശ്യം ശേഷം കഴിഞ്ഞപ്പോ NPS ആരാ നോക്കി വേപ്പല മാറ്റോട്ട് എടുത്താണ് കളഞ്ഞു.
അതുപോലെ തന്നെ ആയിരിക്കും എന്റെ അവസ്ഥയും അതുപോലെ തന്നെ നാളെ സാറിന്റെ അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു സംഘടന ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കേണ്ടെങ്കിൽ അവരുടെ കൂടെ തന്നെ നമ്മൾ കൂടും. ശരിയല്ലേ? കഴിഞ്ഞ 2013-ലും 2024-23 നടന്ന വലിയ പ്രക്ഷോഭങ്ങള് ആത്മാർത്ഥമായിട്ട് നടത്തി. പക്ഷെ സംസാരിക്കുമ്പോൾ നമ്മള് പറയാതിരിക്കാൻ പറ്റൂല. എല്ലാ സംഘടനകളും ഒരുമിച്ചുകൊണ്ട് പങ്കാളിത്ത പെൻഷനെതിരെ പോരാടണം. നിങ്ങളെ പോലുള്ള ഇരകൾക്ക് വേണ്ടി നമ്മള് കൂടെയുണ്ട്. ശരിയല്ലേ? നിങ്ങളുടെ ഇത്ര നാളത്തെ പ്രയത്നത്തിന് വേണ്ടി നമ്മളും ഒരു മിനിമം പെൻഷന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കും. നന്ദി, നമസ്കാരം. നേരിട്ട് മുന്നോട്ട് പോകും.